നമസ്കാരം. ഒരു കഥ പറഞ്ഞുകൊണ്ട് നമുക്കിത് ആരംഭിക്കാമെന്ന് തോന്നുന്നു. ഒരു കർഷകന് ഒരു കഴുതയും ഒരു കാളയും ഉണ്ടായിരുന്നു. കാളയെ കൊണ്ടായിരുന്നു അയാൾ നിരന്തരമായിട്ട് നിലമെഴുതിക്കൊണ്ടിരുന്നത്. എന്നാൽ കാളയ്ക്ക് പെട്ടെന്ന് വയ്യാതാവുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ കാള ഈ കഴുതയോട് പറയുന്നുണ്ട്, എനിക്ക് വയ്യ, ഈ ജോലി ഇങ്ങനെ ചെയ്ത് മടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കഴുത കാളയ്ക്കൊരു ഉപദേശം കൊടുക്കുകയാണ്, നീ വളരെ രോഗപീഡിതനായിരിക്കുന്ന രീതിയിൽ അഭിനയിക്കുക, അങ്ങനെ ആകുമ്പോൾ നിന്നെ കൊണ്ട് എന്ത് ചെയ്തില്ല, ഈ പറയുന്ന നില ഒഴുകത്തില്ലെന്ന് പറയും. അങ്ങനെ ഈ കഴുത കാളയോട് പറയുന്ന കാര്യം കർഷകൻ ഒളിഞ്ഞു നിൽക്കുകയും പിറ്റേന്ന് ആ അഭിനയിച്ചിറക്കുന്ന കാളയെ മാറ്റി നിർത്തിയിട്ട് ആ കഴുതയെ കൊണ്ട് നിലമൊഴിപ്പിക്കാൻ വേണ്ടി കർഷകൻ തീരുമാനിക്കുന്നു. അങ്ങനെ കർഷകൻ തീരുമാനിച്ചു, ഈ കാളയ്ക്ക് പറഞ്ഞു കൊടുത്ത വിദ്യ തനിക്കാണ് പ്രഹരമേൽപ്പിച്ചതെന്ന് കഴുത മനസ്സിലാക്കുകയും കഴുത അതിനകത്ത് ഭയങ്കരമായിട്ട് ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആശങ്കപ്പെടുകയും ചെയ്ത് കണ്ട് കർഷകൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യ അടുത്തൂടെ പോകുന്നത്. ഭാര്യ ചോദിക്കുന്നത്, എന്താ നിങ്ങൾ എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഈ രഹസ്യം പറയത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും എന്നൊരു കണ്ടീഷൻ വരും. അങ്ങനെ ഭാര്യ അതിഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രശ്നം ഇങ്ങനെ സങ്കീർണമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ആ കർഷകന് ഒരു 50 കോഴികളും ഒരു പൂവൻ കോഴിയും, മൊത്തം 51 കോഴി ഉണ്ടായത്, ഒരു പൂവൻ കോഴിയും ബാക്കി 50 പിടക്കോഴിയുമാണ്. അങ്ങനെ ഈ പൂവൻ കോഴി ഈ കാര്യം അറിയുന്നത്, പൂവൻ കോഴി എടുത്ത വയലെ കഴുതയോട് പറയുന്നുണ്ട്, ഞാനായിരുന്നെങ്കിൽ ഒരു മൾബറി കമ്പ് വെട്ടി ആ പറയുന്ന പെണ്ണിനെ അടിച്ചേനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കർഷകൻ ഈ കാര്യം അറിയുകയും കർഷകൻ ഒരു മൾബറി കമ്പ് ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വെട്ടിക്കൊണ്ടുവന്ന് ഈ സ്ത്രീയെ പൊതിരെ തല്ലുകയും ആ രഹസ്യം പറയാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇത് 1001 രാവുകൾ എന്ന് പറയുന്ന നമ്മുടെ നാടോടി സാഹിത്യം, അറബ് നാടോടി സാഹിത്യത്തിനകത്തുണ്ടാകുന്ന ആ കഥയുടെ തുടക്കം ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതാണ്. ഷെഹ്റസാദ് എന്ന് പറയുന്ന ഈ നോവൽ വായിക്കാനിടയായ സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും ഈ ഷെഹ്റസാദ് എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ അറിയുമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1001 രാവുകളുമായി ബന്ധപ്പെട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു ബുക്ക്, ഒരു പുതിയ ബുക്ക് അല്ലെങ്കിൽ ആദ്യ നോവൽ പുറത്തിറങ്ങുമ്പോൾ ഷെഹ്റസാദ് എന്നൊരു രീതിയിൽ ഒരു ടൈറ്റിലേക്ക് വിദ്യാവിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരി എത്തപ്പെട്ടത് എങ്ങനെയാണ്? ആദ്യം വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ. ഷെഹ്റസാദ് എന്ന് പറയുമ്പോൾ ഇത്രയും വലിയൊരു കഥയുടെ തുടക്കം എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കതൊരു കഥയുടെ തുടർച്ചയാണ്. നമ്മൾ ജീവിച്ചു വന്ന, നമ്മൾ വളർന്നു വന്ന ഒരുപാട് കഥകളുടെ ഇടയിൽ എപ്പോഴോ നമ്മുടെ മനസ്സിലേക്ക് കയറിക്കൂടിയ കുറേ കഥകളുടെ തുടർച്ച. അത് ഈ 1001 രാവുകളിലേക്ക് മാത്രം ചുരുക്കി കെട്ടുന്നതിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. കാരണം എപ്പോഴും കൗശലക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഷെഹ്റസാദിനെ അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ലാതെ ധാരാളം കഥകൾ പറയാൻ അറിയുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ ഷെഹ്റസാദിനെ കാണാനാണ് എനിക്കിഷ്ടം. കാരണം ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വാലിറ്റീസ് ഉണ്ട്, വളരെ ഫ്ലക്ച്വേറ്റബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റീസ് ഉണ്ട്. എനിക്ക് എന്നോട് എപ്പോഴും സ്നേഹം തോന്നിയിട്ടുള്ളത് എനിക്ക് കഥ പറയാൻ അറിയാം എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് പോയിന്റ് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടൊരു പുസ്തകം പുറത്തിറക്കുമ്പോൾ എനിക്ക് എന്നെ എത്രമാത്രം സ്വാംശീകരിച്ച് എഴുതാൻ പറ്റുമോ ആ രീതിയിൽ കഥ എഴുതണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ചെറിയ പ്രായം തൊട്ട് കഥകൾ എഴുതുമായിരുന്നു, ചെറുകഥകൾ എഴുതുമായിരുന്നു. കുഞ്ഞു കുഞ്ഞു കഥകൾ എഴുതി കേട്ട് വളർന്ന കഥകളിൽ നിന്നാണ് ഞാൻ കഥ എഴുതാൻ പഠിച്ചത്. ഷെഹ്റസാദിനെയും പലവട്ടം കേട്ടിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്നായിട്ട്, എൻ്റെ മുതിർന്ന ആൾക്കാരിൽ നിന്നായിട്ട്, സഹപാഠികളിൽ നിന്നായിട്ട്, ചെറിയ കുട്ടികളിൽ നിന്നായിട്ടൊക്കെ ഷെഹ്റസാദിനെ കുറിച്ച് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് 1001 രാവുകളിലേക്ക് എത്തുന്നത്. പിന്നീട് അതിൻ്റെ ഒരു നൃത്തശില്പം കാണാനിടയായി. ഷെഹ്റസാദ് അങ്ങനെ മനസ്സിൽ ഇടം പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ഷെഹ്റസാദിൻ്റെ തുടക്കം എന്ന് പറയാം. പിന്നീട് ഷെഹ്റസാദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു പേര് വല്ലാതെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുകയും ഉള്ളിലേക്ക് ഉരുത്തിരിഞ്ഞു വന്ന കഥകളൊക്കെ ഷെഹ്റസാദ് പറയുന്നത് പോലെയാണ് എന്ന് സ്വയം മനസ്സിലെവിടെയോ തോന്നി തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഷെഹ്റസാദിലേക്ക് പെർട്ടിക്കുലറായിട്ട് എത്തുന്നത്. പിന്നീട് വളരെ ആസൂത്രിതമായിട്ട് നമ്മളൊരു പുസ്തകം എഴുതാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ചിന്ത പോയത് ഈ ഷെഹ്റസാദിലേക്കാണ്. ധാരാളം കഥകൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പറയാൻ നമ്മൾ പേന ഉപയോഗിക്കില്ലേ, മഷിയും പേനയും ഉപയോഗിക്കുന്നത് പോലെ ഷെഹ്റസാദിനെ ഉപയോഗിക്കാം എന്നുള്ളൊരു തോട്ട് മനസ്സിലേക്ക് വരികയായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞു ഫലിപ്പിക്കുന്ന, കഥയിലൂടെ അതിജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ അവതരിപ്പിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു അനുഭൂതിയാണ്. അങ്ങനെയാണ് ഷെഹ്റസാദിലേക്ക് എത്തപ്പെടുന്നത്. ഇപ്പം ഞാൻ വായിച്ചിട്ടുണ്ട്, സംഗീതം ഒരു സമന്വയ കലയാണ്. അപ്പം സംഗീതം എന്നൊരു സമന്വയ കലയാണെന്ന് പറയുമ്പോഴും പിന്നീട് എനിക്കതിൽ നിന്ന് മനസ്സിലായ കാര്യം, നമ്മൾ എഴുതുന്ന എഴുത്തും നമ്മുടെ ജീവിതമൊക്കെ ഈ ഒരു സമന്വയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെ ഇഴചേർത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം എഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ എഴുത്തൊരു വലിയ സമന്വയ കലയാണെന്ന് വിശ്വസിക്കുന്നത്. കാരണം ഒരു വ്യക്തി അവൻ്റെ മനസ്സിൽ ഉൾത്തിരിയുന്ന ഒരു കഥ, അതിനെ ആശയങ്ങളുടെ ബലത്തോടും ആ ദർശനങ്ങളുടെ ബലത്തോടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തലമാണ് ഒരു കഥ എഴുതുക അല്ലെങ്കിൽ നോവൽ എഴുതുക എന്നൊരു പ്രക്രിയ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഷെഹർസാദിനെ സംബന്ധിച്ച് ഈ ബുക്ക് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിനകത്ത് ഉപയോഗിച്ചൊരു ഭാഷ എന്ന് പറയുന്നത് ഒരു 2 ഭാഷയുടെ സമ്മിശ്രം ഇതിനകത്ത് കൃത്യമായിട്ട് പ്രകടമാണ്. ഒന്നൊരു നമ്മൾ ആധുനികത എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാര ഭാഷയ്ക്കപ്പുറമായി നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ഭാഷയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു റീജിയണൽ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വ്യവഹാരത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ എനിക്കൊരു പക്ഷേ പൊതുസമൂഹത്തിൽ അത്ര ഫ്ലെക്സിബിളായിട്ട് പറയാൻ കഴിയുന്നില്ല. ഇതിനകത്തൊരു വടക്കൻ മലബാറിൻ്റെ ഒരു വളരെ മനോഹരമായ ഒരു ലാംഗ്വേജിനെ കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത്തരം അങ്ങനൊരു ശ്രമം നടത്തുമ്പോൾ ഒരു എഴുത്തുകാരൻ പൊതുവെ ഒന്ന് ഭയപ്പെടും. അപ്പോൾ നമ്മുടെ വ്യവഹാര ഭാഷയെ നമ്മൾ ഒരു കലാസാഹിത്യപരമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഭാഷ എത്രമാത്രം സ്വീകരിക്കപ്പെടുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒരിക്കൽ പോലും ഒരു കല്ലുകടി എന്ന രീതിയിൽ ആ ഭാഷ ഉയർന്നു വന്നിട്ടില്ല. അപ്പം ഷെഹർസാദിൻ്റെ ഈ ഒരു നരേഷൻ ലെവലിനകത്ത് തന്നെ ഈ 2 ഭാഷയുടെ ഒരു വല്ലാത്തൊരു മാജിക് പ്രകടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഷ തന്നെ അവിടെ അടയാളപ്പെടുത്തണം, അല്ലെങ്കിൽ തൻ്റെ വ്യവഹാര ഭാഷ തന്നെ, അല്ലെങ്കിൽ എഴുത്തുകാരുടെ വ്യവഹാര ഭാഷയ്ക്ക് കുറേ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഭാഷ എങ്ങനെയാണ് ഉൾപ്പെടുന്നത്, ഈ കഥയ്ക്ക് ആവശ്യമായൊരു ഭാഷ എങ്ങനെയാണ് ഡെവലപ്പാക്കി എടുത്തത്? വിഷ്ണുവിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. കാരണം വിഷ്ണു പറഞ്ഞതിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളും കേട്ടിട്ടുണ്ട്. അത് ഷെഹർസാദ് വായിച്ചതിന് ശേഷമല്ല, തുടക്കം തൊട്ട് എഴുത്തിൽ ഞാൻ ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷ അത് വേറെ എവിടെയും അടയാളപ്പെടുത്തി കണ്ടിട്ടില്ല. അതും മലയാളമാണ്, മലയാളത്തിൻ്റെ ഭാഗമാണ്. പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് ചെറിയ പ്രായം തൊട്ട് എനിക്ക് വളരെ താല്പര്യമുള്ളൊരു മേഖലയെ. നമ്മൾ ഈ ഹൈസ്കൂൾ ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സോഷ്യൽ ഫെയറിന് ഒരു പ്രത്യേക വിഭാഗമുണ്ട്, പ്രാദേശിക ചരിത്രരചന എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു മേഖല അതായിരുന്നു. നമ്മുടെ ഒരു ലൊക്കാലിറ്റി, നമ്മുടെ ഒരു പ്രാദേശികത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു. അപ്പോൾ ഭാഷ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ വിഷ്ണുവിനോട് ഞാൻ വീട്ടിൽ പറയുന്ന കണക്ക് വർത്തമാനം പറയാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ആദ്യം എന്നൊരു ചോദ്യം ചോദിക്കും. അതിനുശേഷമാണ് എനിക്കിപ്പോൾ വിഷ്ണുവിനോട് ഞാൻ വീട്ടിൽ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ കഴിയും എന്നതാണ് എന്ന് വിഷ്ണുവിന് മനസ്സിലാവുക. അപ്പം ഞാൻ എൻ്റെ കഥകളിലൂടെ എഴുതി വരുമ്പോൾ ഈ പലവട്ടം ഞാൻ ഉപയോഗിക്കുമ്പോഴും ഞാനല്ലാണ്ടാണ് അവിടെ പറയുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഷെഹർസാദ് വരുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉറുമ്പുപറ്റ എന്ന് പറയുന്ന ഒരു കഥയായിരുന്നു. അപ്പോൾ അതിനകത്തും ത്രേസ്യ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഈ പറയുന്നത് പോലെ വടക്കൻ മലബാറിൻ്റെ വിശേഷിച്ച് തൃക്കരിപ്പൂർ പയ്യന്നൂർ ഭാഗത്ത് ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നുള്ളത്. അപ്പോൾ ആ കഥയുടെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് വലിയ വായിൽ ഞാൻ വെയിരം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ വെയിരം കൊടുത്തു എന്ന് പറയുന്നത് വലിയ വായിൽ ഞാൻ നിലവിളിച്ചു എന്നാണ്. അപ്പോൾ ആ വെയിരം എന്നുള്ളിടത്ത് ഞാൻ കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെയിരത്തിൻ്റെ ഒരു ആഴം നമുക്ക് കിട്ടില്ല. ഞാൻ വെയിരം കൊടുത്താലേ എനിക്ക് ആ വെയിരം കൊടുത്ത പോലെ തോന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു തോന്നൽ, ആ എഴുതിയിലുള്ളൊരു സംതൃപ്തി കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതണം എന്നുള്ളൊരു തോന്നൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞതുപോലെ 2 തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഒന്ന്, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും വായിക്കേണ്ടതല്ലേ, എല്ലാവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാവേണ്ടതുണ്ടോ, ഈ നമ്മൾ സ്റ്റാറൊക്കെ കൊടുത്ത് താഴെ അതിൻ്റെ അർത്ഥം അങ്ങനെ എഴുതിക്കൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ ഒരു തരത്തിലുള്ള സോൾഫുൾ റൈറ്റിങ്ങിൻ്റെ എന്തോ നഷ്ടപ്പെടുന്നത് പോലെ, അതിൻ്റെ ഒരു ആത്മാവ് നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. അപ്പോൾ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു നോക്കിയപ്പോൾ ഇപ്പം ഞാൻ വെയിരം എന്നുള്ള വാക്ക് എഴുതി. അപ്പോൾ വായിച്ച ആൾക്ക് 1ാമത്തെ വായനയിൽ മനസ്സിലായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 2ാമത്തെ വായനയിലും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ 3ാമത്തെ വായനയിൽ മനസ്സിലാക്കി കൊടുക്കാൻ ആ വ്യവഹാരത്തിന് പറ്റും. 2ാമത്തെ വരിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ ആ ആദ്യത്തെ വരിയുടെ അർത്ഥം അയാൾക്ക് മനസ്സിലാവും. മലയാളത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്, മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഞാൻ അയാളുടെ നിഘണ്ടുവിലേക്ക് ഒരു പുതിയ വാക്ക് കൊടുക്കുകയാണ്, അല്ലേ? കരച്ചിലി എന്ന് പറയുന്നതിന്, നിലവിളി എന്നതിന് പറയുന്നതിൻ്റെ കൂടെ വെയിരം എന്നുള്ളൊരു വാക്ക് കൂടി ഞാൻ കൊടുക്കുകയാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഷെഹർസാദിലേക്ക് വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെഹർസാദ് കഥകൾ പറയുന്ന പെൺകുട്ടിയാണ്. കഥകൾ പറയാന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർണ്ണമായ കഥകൾ പറയാൻ ആഗ്രഹിക്കുന്ന, കഥയിലൂടെ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ്. അവൾക്ക് അവളുടെ ഭാഷ വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവൾ നിലനിൽക്കുന്നത് അവളുടെ ഭാഷയിലാണ്. സുമതിയിലേക്ക് അവൾ എത്തുന്നത് അവളുടെ ഭാഷയിലേക്കാണ്. അപ്പം അങ്ങനെ കഥാപാത്രങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കാൻ ആ പ്രദേശം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രദേശത്തിൻ്റെ സാംസ്കാരിക പ്രത്യേകതകൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഥാപാത്രങ്ങളെ വാർത്തെടുക്കാൻ ഈ ഭാഷ വേണം എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഭാഷ തന്നെ ഉപയോഗിക്കാം എന്നൊരു ധൈര്യത്തിലേക്ക് എത്തുന്നത്. പെണ്ണെഴുത്ത് എന്നൊരു ടാഗ് ലൈൻ നമ്മുടെ സാഹിത്യത്തിൽ വല്ലാണ്ട് കൂടുന്നൊരു സമയത്താണ് നമ്മളിപ്പം പൊതുവെ നമ്മുടെ വർത്തമാന ഒരു സാഹിത്യം മുന്നോട്ട് പോകുന്നത്.
ആ ഒരു വാദത്തോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. പെണ്ണെഴുത്തുന്നൊരു സങ്കല്പത്തെക്കുറിച്ച് എനിക്ക് വലിയ അങ്ങനെ ഒരു ചിന്തയില്ല, അങ്ങനെ ഒരു സങ്കല്പം ഇല്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാനെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ബുക്കെടുത്ത്, ഈ നോവൽ നമ്മളെടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. എന്നാൽ പുരുഷ കഥാപാത്രമാണ് ഈ മിസ്റ്ററിക് എലമെൻ്റായിട്ട് ഇങ്ങനെ വന്ന് കടന്നുപോയി അത് നമുക്ക് പൂരിപ്പിക്കാൻ പാകത്തിനോ അല്ലാതെയൊക്കെ പ്രകടമായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ ഭയങ്കരമായിട്ട് കൗതുകം ഉണ്ടാക്കിയ ഒരു കഥാപാത്രം അപരാജിത എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പോൾ അപരാജിത ആയിക്കോട്ടെ, സുമതി ആയിക്കൊള്ളട്ടെ, ഇവർക്കെല്ലാം നിലനിൽപ്പ് എന്ന് പറയുന്നത് അവരിലൂടെ തന്നെയാണ്. അവർക്ക് വലിയ പൊട്ടൻഷ്യൽ അതിനകത്ത് വല്ലാണ്ട് പ്രകടമാകുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഈ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാവിജയൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിക്ക് ഈ സ്ത്രീകളെ നമ്മൾ രൂപപ്പെടുത്തുന്ന ഒരു മേഖല ഉണ്ടല്ലോ, ഒരു കഥാപാത്രം രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നിരീക്ഷണങ്ങൾ ആവശ്യമാണ്, നമ്മൾ കണ്ട സ്ത്രീകളായിരിക്കാം, നമ്മൾ അനുഭവിച്ച ജീവിതങ്ങളായിരിക്കാം, അങ്ങനെ കുറേ എലമെൻ്റ് ഉണ്ട്. എന്നാൽ തന്നെ ഈ ഒരു ജീവിതത്തെ അപ്പാടെ പറിച്ചു വെക്കലുമല്ല ഈ ഒരു എഴുത്ത് രീതി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുവാനുണ്ടാക്കിയാൽ അതിനെടുത്ത് മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? ഷെഹർസാദ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ച ചോദ്യം, നീ തന്നെയല്ലേ ഷെഹർസാദ്, നീ തന്നെയല്ലേ സാദി എന്നുള്ളൊരു ചോദ്യം കുറേ പേര്, എന്നെ അറിയുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ അതിനുശേഷം പരിചയപ്പെട്ട ആൾക്കാരായിക്കോട്ടെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എഴുതുമ്പോഴാണെങ്കിലും എഴുതി കഴിഞ്ഞതിന് ശേഷമാണെങ്കിലൊക്കെ എൻ്റെ ഒരു ക്യാരക്ടറുമായിട്ട് റിസംബ്ലൻസ് തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞതുപോലെ അപരാജിതയായിട്ടാണ്. കാരണം അത് എന്നെ വളരെ അടുത്ത് പരിചയമുള്ള ആൾക്കാർക്ക് അറിയാം. ഷെഹർസാദ് ഞാൻ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഷെഹർസാദിനെ പോലെ വളരെ ഡെപ്തുള്ള ഒരാളായി മാറണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അപരാജിത വളരെ നോർമലായിട്ടുള്ള, വളരെ പൊട്ടൻഷ്യലുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവൾ വളരെ നോർമലാണ്. ഒരു സാധാരണ പെൺകുട്ടി എങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഒരു സാധാരണ പെൺകുട്ടി എങ്ങനെയാണോ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത്, അങ്ങനെയാണ് അപരാജിത കടന്നു പോകുന്നത്. സുമതിയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. എനിക്കൊരിക്കലും ആകാൻ കഴിയാത്ത, എന്നാൽ എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരായിരുന്ന ഒരു സ്ത്രീയാണ് സുമതി എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷനിൽ സുമതിയെ പോലെ ഒരു ക്യാരക്ടർ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളത് വളരെ സംശയമാണ്. പക്ഷെ നമുക്ക് മുന്നേ ഉണ്ടായിരുന്നിരിക്കാം. നമുക്കറിയാം, നമ്മുടെ ഒരു സാഹിത്യ ചരിത്രത്തിലും, ഒരു കേരള ചരിത്രത്തിലും, ഒരു ഇന്ത്യ ചരിത്രത്തിലും അടയാളപ്പെടുത്താതെ പോയ ഒരുപാട് സ്ത്രീകളുണ്ട്. അതേത് മേഖലയായിക്കോട്ടെ, നമ്മളെടുത്ത് നോക്കുമ്പോൾ ഓരോ മേഖലയിലും എണ്ണം പറഞ്ഞ ആണുങ്ങളുടെ കൂട്ടത്തിൽ കിടപിടിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒന്നും പേരുകൾ നമുക്കറിയാം. അപ്പം ഇങ്ങനെ ഒരു 3 സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ കഥ പറഞ്ഞു പോകണം എന്ന് ചിന്തിക്കുമ്പോൾ ആണുങ്ങളെ ഒഴിവാക്കണം എന്നൊരിക്കലും തോന്നിയിട്ടില്ല. ഈ നോവലിനകത്ത് അല്ലെങ്കിൽ ഒരു കഥ പറച്ചിലിനകത്ത് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ മിസ്റ്റീരിക് ആയിട്ടുള്ള ആൺ കഥാപാത്രങ്ങളാണ്. തീർച്ചയായിട്ടും അനുഭവങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളും ഞാൻ കണ്ടിട്ടുള്ള പുരുഷ കഥാപാത്രങ്ങളും ഈ കഥാപാത്രങ്ങളെ രൂപീകരിക്കുന്നതിൽ, നിർമ്മിക്കുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ വിഷ്ണു പറഞ്ഞത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അങ്ങനെ അതുപോലെ പകർത്തി എഴുതാൻ എൻ്റെ ആവശ്യമില്ല. ആ കഥാപാത്രങ്ങളെ അതുപോലെ എടുത്ത് ഒരു പേജിനകത്തേക്ക്, കടലാസിനകത്തേക്ക് വെക്കേണ്ടത് എൻ്റെ ആവശ്യമില്ല. അപ്പം അങ്ങനെ വളരെ വിശദമായിട്ട് കടന്നു പോകാനുള്ളൊരു ക്ഷമയുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. എന്നാൽ വളരെ പെട്ടെന്ന് അത് പറഞ്ഞു തീർക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഈ ഒരു തരത്തിലുള്ള നിഗൂഢതയുണ്ടല്ലോ, ആ നിഗൂഢതയാണ് എപ്പോഴും എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോ കഥാപാത്രത്തെ എടുത്ത് നോക്കുമ്പോഴും, ഷെഹർസാദിനെ എടുത്ത് നോക്കുമ്പോൾ വലിയ ഹോംവർക്കുകളൊന്നും വേണ്ടി വന്നിട്ടില്ല. കാരണം കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നൊരു കഥാപാത്രമായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതൊക്കെ സുമതിയുടെ ക്യാരക്ടർ വരുമ്പോഴാണ്. കാരണം എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് സുമതി എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് സുമതി എഴുതാൻ പറ്റുമായിരുന്നില്ല. അത് ഞാൻ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് അത് വന്നിട്ടുള്ളത് എനിക്ക് മുന്നേ ജീവിച്ച അമ്മയുടെയും വല്യമ്മമാരുടെയും അമ്മമ്മമാരുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്നാണ്. കഥ പറച്ചിലിൻ്റെ ഒരു തുടക്കം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, അത് അമ്മമ്മയിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ അമ്മമ്മയുടെ പേര് തന്നെ വളരെ സ്ട്രൈക്കിംഗ് ആണ്. കാരണം ചിരി എന്നാണ് അമ്മമ്മയുടെ പേര്. അത്രയേ ഉള്ളൂ, ചിരി എന്നാണ് അമ്മമ്മയുടെ പേര്. അപ്പം എല്ലാവരും ചോദിക്കും അല്ല, ചിരി എന്നാണ് പേര്. ആളും അതുപോലെയായിരുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അമ്മമ്മ ചെറിയ പ്രായത്തിൽ പറഞ്ഞു തന്ന തെയ്യം കഥകളിൽ നിന്നാണ് കഥകളുടെ ഒരു വിത്ത് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ വിഷ്ണു ആദ്യം പറഞ്ഞതുപോലെ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് എഴുത്തിനെ ചുരുക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരിയായിട്ട് തന്നെ ഈ ഒരു സൊസൈറ്റി എന്നെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എഴുത്തിൻ്റെ ഡിവിഷൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ പെണ്ണെഴുത്ത് ആവശ്യമുണ്ടോ, അതിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അഭിപ്രായം പറയാനുള്ളൊരു സ്വാതന്ത്ര്യമില്ലായ്മ ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ എവിടെയാണോ പെണ്ണിൻ്റെ കഥ വരുന്നത് അവിടെ തീർച്ചയായിട്ടും ഒരു പുരുഷൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ സ്ത്രീ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ലൈംഗികമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ വൈവിധ്യങ്ങളും ഉണ്ട്. അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും നമ്മൾ പുരുഷൻ സ്ത്രീ എന്ന് ആദ്യം തൊട്ടേ പറഞ്ഞു വന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അങ്ങനെ അല്ലാണ്ട് ഓരോ മനുഷ്യൻ്റെയും ജീവിതം മറ്റൊരാളുകൂടി വരുമ്പോഴാണ് പൂർണ്ണമാവുന്നത്. അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ. ഒരു കഥാപാത്രത്തെ ഒരു ഏകാംഗ നാടകം കണ്ടു തീർക്കുന്നത് പോലെ നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഓരോ കഥാപാത്രവും പൂർണ്ണമാവുന്നത് മറ്റൊരു കഥാപാത്രം വരുമ്പോഴാണ്. അപ്പം ഇതിലെ സ്ത്രീകൾ കരുത്തുറ്റതാവുന്നത് എനിക്കുള്ള ചുറ്റുമുള്ള സ്ത്രീകൾ കരുത്തുറ്റതായിരുന്നു. എന്നാൽ പുരുഷന്മാർ ഭയങ്കര നോർമലൈസ് ചെയ്യപ്പെട്ട ക്യാരക്ടേഴ്സാണോ ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. കാരണം ഉദയെ പോലെ അല്ലെങ്കിൽ ആശിഷിനെ പോലെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ സുരേഷനെ പോലെ ഒരു ക്യാരക്ടർ വളരെ കുറച്ചേ പരാമർശിക്കുന്നുള്ളൂ എങ്കിൽ പോലും അതിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അത് വളരെ കറക്റ്റായ കാര്യമാണ്. ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് സുരേഷിൻ്റെ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ എന്ന് പറയുന്ന അതിനകത്ത് തന്നെ ഏറ്റവും സുന്ദരമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുമതിയുടെ ആ ജീവിതത്തിനപ്പുറമായിട്ട് സുരേഷിനെ നമുക്ക് എടുത്തു വെച്ച് കാണാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ്. ഇപ്പം ഈ കൃതിയുമായി ബന്ധപ്പെട്ട് സർവകലാശാല പരമായിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന, ഇപ്പം അതിനകത്ത് തുടക്കത്തിൽ തന്നെ അശോകൻ ചെരുവിൽ എഴുതിയിട്ടുണ്ട്, തങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന സർവകലാശാലയ്ക്ക് ഇത് എന്താണ് നടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ സമൂഹം കലാപത്തിൽ ഏർപ്പെടുന്നു പറഞ്ഞു വിജയമാഷി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് അശോകൻ ചെരുവിൽ സുന്ദരമായൊരു അവതാരിക ഈ ബുക്കിന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്കിപ്പോഴും നമ്മുടെ സർവകലാശാല രാഷ്ട്രീയം അല്ലെങ്കിൽ സർവകലാശാല നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഒരു സമൂഹമാണ് ഇപ്പോഴും നമുക്കിടയിലുള്ളത്. സർവകലാശാല എന്ന് പറയുമ്പോൾ കുട്ടികൾ കോളേജിൽ പഠിക്കുന്നു, അതിനപ്പുറം അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ ഗവേഷണം എന്ത് രീതിയിലാണെന്നോ അവിടുത്തെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണെന്നോ എന്നൊക്കെ പറയുന്നത് ഈ ബുക്കിൻ്റെ അവസാനം പണിക്കർ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ്റെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ഒരു വലിയ വിമോചനം അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടാണ് ഷഹസാദ ആ ക്യാബിൻ വിട്ട് പുറത്തിറങ്ങുന്നതൊക്കെ വളരെ മനോഹരമായിട്ടാണ് വിദ്യ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഒരു ഈ ഷഹസാദ് എന്ന് പറയുന്ന ബുക്കിനപ്പുറം ഒരു കൃത്യമായ രാഷ്ട്രീയം ഈ ബുക്ക് പ്രകടമാക്കുന്നുണ്ട്. ഒരു വ്യക്തമായ പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് ഈ ബുക്ക് മുന്നോട്ട് പോകുന്നത്. അത് ഒരുപക്ഷെ ഒരു ഇടതുപക്ഷ ചിന്താഗതി അല്ലെങ്കിൽ ഇടതുധാരയുമായി ബന്ധപ്പെടുന്നതാണ്. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കുറച്ച് മാനവിക വശമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു പാർട്ടി ബേസ്ഡ് അല്ല ഉദ്ദേശിക്കുന്നത്. മാനവിക വശത്തെ വല്ലാണ്ട് ഉൾത്തിരിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ഈ ബുക്ക് മുന്നോട്ട് പറയുന്നത്. അപ്പം ഈ ഒരു ബുക്ക് എഴുതുന്ന സമയത്ത് ഇപ്പം താങ്കളും പ്രവർത്തിക്കുന്ന മേഖല, താങ്കൾ ഒരു PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അത്തരം സർവകലാശാലാപരമായിട്ടുള്ള മേഖലയ്ക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ബുക്കിൽ അങ്ങനെ രീതിയിൽ തന്നെ അടയാളപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഞാൻ ഈ പുസ്തകത്തിനകത്ത് വളരെ മനഃപൂർവ്വമായിട്ട് ഉൾപ്പെടുത്തിയ 1-2 ഘടകങ്ങളിലൊന്ന് ഈ പറഞ്ഞതുപോലെ അക്കാദമിക് സമൂഹത്തെ അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. വിഷ്ണു പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം 2 തട്ടുകളിലാണ് നമ്മുടെ സമൂഹം ഇതിനെ നോക്കിക്കാണുന്നത്. ഈ ഒരു അക്കാദമിക് സമൂഹം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആർക്കും അകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു ഇരുണ്ട ഗ്രഹം പോലെ ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു സ്പേസാണ്. അതിനകത്തേക്കും ആരും കയറാൻ സമ്മതിക്കില്ല. അതിനകത്ത് വന്നുപെട്ട ആൾക്കാർക്ക് അതിനകത്തുനിന്ന് പുറത്ത് കടക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. അത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല ഞാൻ പറയുന്നത്, യൂണിവേഴ്സിറ്റികൾ മാത്രമല്ല, അങ്ങനെയല്ലാതെ ഒരു % അക്കാഡമിക് എന്ന് അവകാശപ്പെടുന്ന എല്ലാ മേഖലയിലെയും പ്രദേശങ്ങളെ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസം, പഠനം, വായന, എഴുത്ത്, ചിന്ത ഇതിനെയൊക്കെ മനുഷ്യന്മാർ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണ ബുദ്ധി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അധ്യാപകർ, വിദ്യാർത്ഥികൾ, ഗവേഷകർ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ടാഗുകളിൽ കുറേ മനുഷ്യന്മാർ ജീവിക്കുന്നു എന്നല്ലാതെ അവിടെ ഒരു പൊതു സാമൂഹിക ബന്ധം രൂപപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ ബെർത്തോൾട്ട് ബ്രെക്റ്റിൻ്റെ ഒരു കവിത ഹിന്ദി ട്രാൻസ്ലേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലുള്ളത് ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു തൊഴിലാളി ഒരു ഡോക്ടർക്ക് എഴുതുന്ന കത്താണ്. ഒരു കവിതയുടെ രൂപത്തിലാണ് അതുള്ളത്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ രോഗം അല്ലെങ്കിൽ ഞങ്ങളുടെ രോഗം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതറിയാം, താങ്കൾക്കും നന്നായിട്ടറിയാം. പക്ഷെ അതാരും പറയില്ല. കാരണം ഒരു കർഷകൻ്റെ, ഒരു തൊഴിലാളിയുടെ അടിസ്ഥാന പ്രശ്നം, അയാൾക്കുണ്ടാകുന്ന എല്ലാ രോഗങ്ങളുടെയും കാരണം അയാളുടെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്.
അത് ഡോക്ടർക്കും നന്നായിട്ട് അറിയാം, എനിക്കും അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അതൊരു ചെറിയ വാക്കാണ്, പക്ഷെ അതാരും പറയില്ല. അതുപോലെയാണ് ഒരു അക്കാഡമിക് സമൂഹം. ഒരു അക്കാഡമിക് സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്താണ് എന്നെല്ലാവർക്കും അറിയാം. അധ്യാപകർക്കറിയാം, വിദ്യാർത്ഥികൾക്കറിയാം, ഗവേഷകർക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അതെന്താണ് എന്നാരും അഡ്രസ്സ് ചെയ്യില്ല. അങ്ങനെ ഒരു സമൂഹമാണ് എത്ര 21-ാം നൂറ്റാണ്ടിലാണെങ്കിലും നമ്മൾ എത്ര ആധുനികവൽക്കരിച്ചു എന്ന് പറയുകയാണെങ്കിൽ പോലും അങ്ങനെയാണ് പോകുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള അസമത്വങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതേസമയം അക്കാദമികമായിട്ടുള്ള ധാരാളം ഗുണങ്ങളുണ്ട്. അതിനൊന്നും കണ്ടില്ല എന്ന് അടിക്കുന്നില്ല. ഗവേഷണപരമായിട്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ധാരാളം നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. അതിനൊന്നും കണ്ടില്ല എന്ന് അടിക്കുന്നില്ല. പക്ഷെ അതേസമയം നമ്മൾ അഭിമുഖീകരിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ ഗ്രാൻസ് തുടങ്ങിയിട്ട് ക്യാമ്പസിനകത്തെ എന്താ പറയുക, ലിംഗസമത്വ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അങ്ങനെയല്ലാതെ ധാരാളം വിഷയങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികളിലും ഓരോ ക്യാമ്പസുകളിൽ ചെന്ന് കഴിയുമ്പോഴും ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, ഓരോരോ വേർഷനുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ചൊരു കുട്ടി, ആ കുട്ടി +1 എത്തുമ്പോൾ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഇംഗ്ലീഷിലാണ് അല്ലേ? നമ്മുടെ ത്വരണവും ആവേഗവും ഒക്കെ പഠിച്ചൊരു കുട്ടി, ത്രികോണമിതി പഠിച്ചൊരു കുട്ടി +1 എത്തുമ്പോഴേക്കും, +1 സയൻസ് എടുത്ത് കഴിയുമ്പോഴേക്കും എന്താണ്, ട്രിഗണോമെട്രിയും വെലോസിറ്റിയും ഒക്കെയാണ് പഠിക്കുന്നത്. അന്തം വിട്ട് നിൽക്കേ വഴിയുള്ളൂ. 1ാമത്തെയോ 2ാമത്തെയോ ക്ലാസ്സിൽ ശരിയാവും എന്ന് വിചാരിക്കും. പക്ഷെ ഒരിക്കൽ പോലും ഈ +1 പഠിപ്പിക്കുന്ന അധ്യാപകൻ ഈ മലയാളം മീഡിയം പഠിച്ചു വരുന്ന കുട്ടിയെ അഡ്രസ്സ് ചെയ്യില്ല. നീ പഠിച്ച ത്രികോണമിതിയാണ് ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കൊടുക്കില്ല. കോസും സൈനും തീറ്റയും അതിൻ്റെ ഇക്വേഷൻസും അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ ബൈ ഹാർട്ട് പഠിപ്പിച്ചു കൊടുക്കും. ചിലപ്പോൾ തല്ലുകയും ചെയ്യും. പക്ഷെ അപ്പോഴും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബോധത്തിൽ കിടക്കുന്ന ++ വാങ്ങിച്ചു വന്ന കുട്ടിയായിരിക്കും. പക്ഷെ ആ കുട്ടിയെ അഡ്രസ്സ് ചെയ്യാനുള്ളൊരു മനസ്സ് ഈ അക്കാഡമിക് സമൂഹത്തിന് ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണ്. ഇതേ സംഭവം തന്നെയാണ് ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് MPhilഉം PhDയും പോസ്റ്റ് PhDയും ഒക്കെ എടുക്കുന്ന ഓരോ സമൂഹത്തിലും ഉണ്ടാകുന്നത്. എവിടെയാണ് ഇതിൻ്റെ പശ്ചാത്തലം കിടക്കുന്നത് എന്നാരും അന്വേഷിക്കുന്നില്ല. ഓരോ മനുഷ്യരും നിശബ്ദമായി കടന്നു പോകുന്ന മൗനജാതിയാണ്, അല്ലെങ്കിൽ നിശബ്ദമായി കടന്നു പോകുന്ന ജാതിയാണെന്ന് ഞങ്ങളുടെ PG ക്ലാസ്സിലെ ജോസഫ് സാർ പറയുമായിരുന്നു. ഓരോ കുട്ടിയും ഓരോ നിശബ്ദമായ കഥയും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ കഥ അറിഞ്ഞാലേ നമുക്ക് ആ കുട്ടിയെ അറിയാൻ പറ്റും. അങ്ങനെ ഓരോ കുട്ടിയെയും അറിഞ്ഞാൽ മാത്രമേ ഈ അക്കാദമിക സമൂഹത്തിൻ്റെ ആ ഒരു ഇരുണ്ട എന്താ പറയുക പുറംമോടി, ആ മതിൽ നമുക്ക് പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ പണിക്കർ മാഷെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു പെർട്ടിക്കുലർ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അത് ഷെഹർസാദ് മാത്രം അനുഭവിക്കുന്ന ഒരു പ്രശ്നമല്ല. അവിടെ ആൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, യൂണിസെക്ഷൽ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ഓരോരുത്തരും അനുഭവിക്കുന്ന അധ്യാപകർക്കിടയിൽ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുന്നൊരു സ്പേസ് അവിടെ ഇങ്ങനെയൊരു അഡ്രസ്സ് ചെയ്യൽ കൂടി നടക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗത്തിൽ ചേർത്തത്. ശരി. ഇപ്പം വിദ്യാവിജയം എന്ന് പറയുന്ന എഴുത്തുകാരിയെ സംബന്ധിച്ച് ഇപ്പം ഒരു എഴുത്തുകാരിയാവുക എന്നതിന് വരെ ഒരുപാട് പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. നമ്മുടെ വായന ബെറ്ററാക്കുക, നമ്മുടെ ഭാഷയെ ശുദ്ധീകരിക്കുക, അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറേ വിശാലമായ ക്യാൻവാസിലേക്ക് മാറ്റാൻ ശ്രമിക്കുക, കാണുന്നതെല്ലാം കഥ തരേ, അങ്ങനെ കുറേ ഫോർമാറ്റുകളുണ്ട്. ഏതൊരു എഴുത്ത്, ഒരു ചെറുകഥ എഴുതുന്നതിനും ഒരു നോവൽ എഴുതുന്നതിനും എത്ര വലിയ സാഹിത്യം എഴുതാലും ഈ പറയുന്ന ഘട്ടങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചാൽ മതിയാകും. ഇപ്പം വിദ്യ എന്ന് പറയുന്ന എഴുത്തുകാരിയെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ നിലയിൽ ഞാൻ കാണുന്നത് NS മാധവൻ തങ്ങളെ വല്ലാണ്ട് സ്വാധീനിച്ചൊരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടായിരുന്നു, മാധവിക്കുട്ടിയെ ഇഷ്ടമാണ്, മാധവിക്കുട്ടിയെ പോലെ ഒരു സ്ത്രീക്ക് അത്തരത്തിൽ ജീവിതത്തിൽ എഴുതാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിയത്തില്ലെന്നും വിദ്യ ഒരു അഭിപ്രായം പറയാനായിട്ട് ഞാൻ കേട്ടിരുന്നു. അപ്പം ഈ ഒരു വായന അക്കാഡമിക് തലത്തിൽ ഇപ്പം PhD ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അക്കാഡമിക് തലമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധാരാളം വായിക്കേണ്ടി വരുമ്പോൾ കൂടി അതിനപ്പുറമായിട്ട് ഒരു സമാന്തര വായന, അല്ലെങ്കിൽ ആ വായനകൾ എപ്രകാരമാണ് എഴുത്തുകാരി എന്ന നിലയിൽ, അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞു ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അപ്പം ഒരു വായന എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പം കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ വായന ഏത് രീതിയിലായിരുന്നു, എപ്പോഴായിരുന്നു അതിൻ്റെ തുടക്കവും അതിൻ്റെ വ്യാപ്തിയൊക്കെ എങ്ങനെയായിരുന്നു? ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യം കേൾക്കുന്നത് അമ്മമ്മ പറഞ്ഞിട്ടുള്ള തെയ്യം കഥകളാണ്. അതിനെ ഒരു എന്താ പറയുക അക്കാഡമിക് തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വായന എന്നുള്ള രീതിക്ക് മാറുന്നത് ഗളിവറിൻ്റെ കഥകൾ വായിച്ചു തുടങ്ങിയ സമയത്താണ്. ഗളിവർ വളരെയധികം സ്വാധീനം ചെലുത്തിയൊരു കഥാപാത്രമായിരുന്നു. ഒരു കുഞ്ഞു മനുഷ്യൻ, പക്ഷെ വലിയൊരു ലോകത്തെ കാണുന്ന ഒരു കുഞ്ഞു മനുഷ്യൻ. ഇപ്പോഴും അങ്ങനെ ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. വലിയ ലോകത്തിലെ ഒരു കുഞ്ഞു മനുഷ്യനായിരിക്കുക. എന്നാൽ ആ കുഞ്ഞു മനുഷ്യൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ കുഞ്ഞു മനുഷ്യൻ ലോകത്തെ കാണുന്ന കാഴ്ചയുണ്ട്.
ആ ഒരു കണ്ണിലൂടെ, ആ കൃഷ്ണമതിയിൽ പതിക്കുന്ന വിഷ്വൽസിലൂടെ ലോകത്തെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയത് അവിടം തൊട്ടിട്ടാണ്. പിന്നീട് ഈ പറയുന്നത് പോലെ വളരെ മിസ്റ്റീരിക് ആയിട്ടുള്ള കഥകൾ വായിക്കാൻ വേണ്ടിയിട്ട്, സൂപ്പർഫിഷ്യലായിട്ടുള്ള കഥകൾ വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു താല്പര്യം. കൂടുതലും ഫിക്ഷനുകളോടാണ് ഇഷ്ടമുണ്ടായിരുന്നത്. NS മാധവൻ മാത്രമല്ല, KR മീര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു എഴുത്തുകാരിയാണ്. വളരെ കോൺട്രഡിക്ടറി എന്താണെന്ന് വെച്ചാൽ അതേസമയം തന്നെ എനിക്ക് അക്കിത്തത്തിൻ്റെ കവിതകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കത് തോന്നിയിട്ടുണ്ട്, ഇതൊന്നും തമ്മിലൊരു ചേർച്ചക്കുറവുണ്ടല്ലോ എന്നൊരു തോന്നൽ. പക്ഷെ എനിക്ക് അക്കിത്തത്തിൻ്റെ കവിതകൾ വലിയ ഇഷ്ടമായിരുന്നു. ഒരു സമയത്ത് അക്കിത്തം മരിച്ചു പോയപ്പോഴൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു. കാരണം ആ ഒരു സമയത്ത് കവിതകൾ വായിക്കുക എന്ന് പറയുന്നത് അക്കിത്തത്തിൻ്റെ കവിതകൾ വായിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് വളരെ താല്പര്യമുള്ളത്. അതിനുശേഷം കവിതകൾ ഞാൻ വായിച്ചത് വളരെ കുറവാണ്. കഥകളായിരുന്നു എൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നാട്ടിലെ ഗ്രാമീണ വായനശാലകൾ, ഗ്രാമിക, അതുപോലെ ഉദനൂർ, കിനാത്തിൽ, ഞങ്ങളുടെ നാടാണ്. ആ നാട്ടിലെ വൈകുന്നേരങ്ങളിൽ മാത്രം തുറക്കുന്ന വായനശാലകളുണ്ടാവും. 5 മണി തൊട്ടിട്ട് 7 മണി വരെ മാത്രം തുറക്കുന്ന വായനശാലകൾ. അവിടെ ചെല്ലുക, അവിടെ ചെന്ന് ലൈബ്രറിയന്മാരായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുക. അതുപോലെ കൂട്ടുകാരുണ്ടാവും, അവർ വരും. ചിലപ്പോൾ പത്രവായന പോലും അവിടെ നിന്നായിരിക്കും നടക്കുക. അവിടെ നിന്ന് പുസ്തകങ്ങൾ എടുക്കുക, 1-2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അത് തിരിച്ചു കൊണ്ടുവെക്കുക. തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ ഒരു യാത്ര വളരെ രസമുള്ളത്. കാരണം വീട്ടിൻ്റെ തൊട്ടടുത്തായിരിക്കില്ല, സൈക്കിൾ ചവിട്ടിയിട്ടായിരിക്കും പോവുക. ആ യാത്ര നല്ല രസമുള്ളൊരു യാത്രയാണ്. സ്കൂളിൽ നിന്ന് വന്ന് വൈകുന്നേരം വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ വൈകുന്നേരം പുസ്തകങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു യാത്ര. പിന്നെ ഞാൻ പഠിച്ച സ്കൂൾ എന്തോ ഭാഗ്യവശാൽ ആ സ്കൂളുകളിലൊക്കെ വിശാലമായിട്ടുള്ള ലൈബ്രറികൾ ഉണ്ടായിരുന്നു. ഉദിനൂരാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നാടാണ് എന്നിലെ എഴുത്തിനെ വളരെയധികം പ്രചോദനം നൽകിയിട്ടുള്ളത്. ശരിക്കും ഒരു കലയുടെ, സംസ്കാരത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ ഒക്കെ ഒരു മിനി വേർഷനാണ് ഉദനൂർ എന്ന് പറയുന്ന ഒരു നാട്. ഇപ്പോഴും നാടകത്തിനൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ചെറിയ പ്രായം തൊട്ടിട്ട് വിദ്യാരംഗം, കലാസാഹിത്യ വേദി പോലുള്ള വേദികൾ കിട്ടുകയും അങ്ങനെ വായനയോടൊരു വല്ലാത്ത എന്താ പറയുക ഒരു ഭ്രാന്ത് തോന്നി തുടങ്ങുകയും, എന്നാൽ ഒരുപാട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പരത്തി വായനാശീലമുള്ള ഒരാളും അല്ല. ഇഷ്ടമുള്ളത് വായിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് വായിച്ച് പകുതിക്ക് നിർത്തിപ്പോയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഒരു സമയത്ത് SK പൊറ്റക്കാടിൻ്റെ കൃതികൾ വായിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങില്ലാണ്ടായി. അങ്ങനെ ഒരിക്കലും മടുക്കാത്ത ഒരാൾ ബഷീറാണ്. ബഷീറിൻ്റെ കൃതികൾ ഏകദേശം ഒട്ടുമുക്കാലും എല്ലാം വായിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. NS മാധവൻ്റെ എഴുത്ത് ഇഷ്ടമാണ്. ഇപ്പോൾ പുതിയതാണെങ്കിൽ അശോകൻ ചെരുവേലിൻ്റെ എഴുത്ത് ഇഷ്ടമാണ്. KR മീരയുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടി ഒരു സമയത്ത് നമ്മുടെ എല്ലാവരുടെയും കൗമാരക്കാലം എങ്ങനെയായിരുന്നു അതുപോലെ മാധവിക്കുട്ടിയുടെ ഇത് മാത്രമായിട്ടുള്ളൊരു വായനാ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പുസ്തകങ്ങൾ കൊണ്ടുതരുമായിരുന്നു. അച്ഛനങ്ങനെ വലിയ വായന ശീലമുള്ള ആളൊന്നും അല്ല. പക്ഷെ എന്നാലും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പുസ്തകങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പം അത് വായിക്കും. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി വായിക്കാൻ ഇഷ്ടമുള്ള ആൾ ഉള്ള നിലയിൽ കൂട്ടുകാരും പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരുമായിരുന്നു. അങ്ങനെയാണ്. ആ വലിയൊരു വായനക്കാരിയാണോ എന്ന് ചോദിച്ചാൽ അതല്ല. അങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീണ്ടും ബുക്കിലേക്ക് വരാം. ഇതിനകത്ത് സുമിത്ര ഒരു കഥാപാത്രമാണ്. അപ്പം സുമിത്ര എന്നൊരു കഥാപാത്രം അത് ഒരു ലെയറായിട്ട് അങ്ങ് പോകുന്നൊരു കഥാപാത്രമാണ്. പക്ഷെ ആ ഒരു ചാപ്റ്ററിനകത്ത് നമ്മളിപ്പോൾ ഈ 2024 സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആധുനികവൽക്കരിക്കപ്പെട്ട മനുഷ്യനാണെങ്കിൽ നമ്മൾ എല്ലാത്തരം കെട്ടുപാടുകളെയും പൊളിച്ചെറിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ആധുനികത അവകാശപ്പെടുന്ന മനുഷ്യനാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ ആർത്തവം പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിപ്പോഴും നമ്മുടെ ഇടങ്ങളിലൊക്കെ അത് അവിടെ ഇവിടെയായിട്ടൊക്കെ ഇപ്പോഴും ശക്തമായി തന്നെ ഉണ്ട്. അപ്പം നമുക്ക് അത്തരം എഴുത്തുകൾ നമ്മൾ എവിടെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഇത് ഇപ്പോഴും പറയേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ 2024 സംസാരിക്കേണ്ട കാര്യം, ഇതൊക്കെ നമ്മൾ മറികടന്ന ആൾക്കാരെന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഇടങ്ങളിലൊക്കെ ഇപ്പോഴും ആ ദിവസങ്ങളിൽ പ്രത്യേക പാത്രത്തിൽ ആഹാരം കൊടുക്കുകയും പ്രത്യേക പായിൽ ഉറക്കുകയും ചെയ്യുന്ന വീടുകളുടെ ഇരുണ്ട ഇടങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ നമ്മുടെ സ്കൂൾ അന്തരീക്ഷങ്ങളിലായാലും നമ്മുടെ അക്കാഡമിക് തല അന്തരീക്ഷങ്ങളിലാണെങ്കിലും ഈ ഒരു തരത്തിലുള്ളൊരു അപകർഷതാബോധം പേറുന്ന കുട്ടികൾ ക്ലാസ്സിൽ അവിടെ ഇവിടെ തെന്നിത്തെറിച്ചുകൊണ്ട് അത് ചിലപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം, ചിലപ്പോൾ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. നമ്മൾ ഇല്ല എന്ന് പറയുന്ന ഒരു സാധനത്തെ ഉണ്ട് എന്ന് നമുക്ക് നമ്മുടെ ദൃഷ്ടിയാൽ കാണാൻ കഴിയുന്നുണ്ട്, പല ഇടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് ഈ പറയുന്ന നിറത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു പൊളിച്ചെടുത്തൽ ഇനിയും ആവശ്യമാണ്. ഇനിയും നമ്മുടെ സമൂഹത്തിൽ അതിൽ മാറ്റം ഉണ്ടാകേണ്ടതുണ്ടെന്നുള്ളൊരു തോന്നൽ വിധിക്കുണ്ടോ? തീർച്ചയായിട്ടും. അത് തോന്നലല്ല,
അങ്ങനെ ഒരു കാര്യം അതൊരു വാസ്തവമാണ്. കാരണം ആർത്തവം, അതുപോലെ നമ്മുടെ മാനസികാരോഗ്യം പോലുള്ള വിഷയങ്ങൾ ഇത് പറയുമ്പോൾ തന്നെ അത് അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് നെറ്റിച്ചുളുക്കലാണ്. വളരെ ക്ലീഷയായി പോയ വിഷയങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കുന്നു എന്നുള്ള രീതിക്കാണ്. അവർക്കത് അറിയില്ല എന്ന് പറഞ്ഞ് അംഗീകരിക്കാം, പക്ഷെ അവരൊരു കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം, ആരും അനുഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ പുസ്തകത്തിൽ പറയുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയ വശം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റേണായിട്ടുള്ളൊരു തീരുമാനം എടുത്തത് കൊണ്ട് എൻ്റെ അനിയത്തിമാർക്ക് ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള വീടുകളിൽ ഒക്കെ ഇത്തരത്തിലുള്ള ആ 7 ദിവസം എന്ന് പറയുന്നത് സ്ത്രീകളെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളൊക്കെ ഇപ്പോഴും ഉണ്ട്. എത്ര നമ്മൾ ഈ പ്രാദേശികമായിട്ടുള്ള രീതികളോട് ഇഷ്ടമാണ്, താല്പര്യമാണ്, അതാണ് നമ്മൾ നിർമ്മിച്ചെടുത്തത് എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനൊരു വശം കൂടി അതിനുണ്ട്. അതുകൊണ്ടാണ് അത് കാണാതെ പോകരുത് എന്നുള്ള രീതിക്ക് ഇതും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞെടുക്കുന്നത് നമ്മുടെ കുടുംബം, സമൂഹം, നമ്മളെ വളർത്തിയെടുത്ത മനുഷ്യർ, ഇവരെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ. അതിൽ നിന്നൊക്കെ വളർന്നു വരുന്ന നമ്മളെ അവരുടെ പാതയിലേക്ക് തന്നെ നയിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എൻ്റെ ചിന്ത വെച്ചിട്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ വളർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന വഴിയിലൂടെ വിഷ്ണു സഞ്ചരിക്കണം എന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മനോനിലയിലേക്ക് എന്ന് സമൂഹം എത്തുന്നോ അന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറുകയുള്ളൂ. അപ്പോൾ ആർത്തവം പോലുള്ള വിഷയങ്ങൾ ഒരു സമയത്ത് വലിയ രീതിയിൽ ഇതിനെതിരെയുള്ള പ്രതിരോധങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് അത് കെട്ടടങ്ങി. അതോടുകൂടിയിട്ട് എല്ലാം ശരിയായി എന്നുള്ളൊരു തോന്നൽ ആർക്കും ഉണ്ടാവേണ്ടതില്ല. ഓരോ പെൺകുട്ടിയും, വിശേഷിച്ച് നമ്മുടെ ഭക്ഷണ രീതികൾ മാറുന്നതനുസരിച്ചിട്ട്, നമ്മുടെ ജീവിത രീതികൾ മാറുന്നതനുസരിച്ചിട്ട് വളരെ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികൾ മെൻസസ് ആവുന്ന, പീരീഡ്സ് ആവുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഒരു 9ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികളായിരുന്നു ഈ പ്രധാനമായിട്ടും പീരീഡ്സൊക്കെ വരുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങുന്നൊരു പ്രായം. പക്ഷെ ഇപ്പോൾ 6ലും 7ലും 5ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ശാരീരിക രീതി അങ്ങനെയാണ്. അത് ആരുടെയും കുറ്റമല്ല, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സയൻറ്റിഫിക് പ്രോസസ്സാണ്. പക്ഷെ ആ കുട്ടികളുടെ ഇടയിലേക്ക് ആദ്യം തന്നെ നമ്മുടെ അങ്ങനെ പീരീഡ്സ് ആവുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്നത് വല്ലാത്തൊരു ജാള്യതയാണ്. ഇത് പുറത്താരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ മോശമാണ് എന്നുള്ളൊരു തോന്നലാണ്. ശരിക്കും അത് വളരെ ജൈവികമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കിക്കാനുള്ള, അതെപ്പോഴും നമ്മുടെ അമ്മയുടെ തരില്ല കൊണ്ടിടാം. അമ്മ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതൊരിക്കലും അമ്മയുടെ ഉത്തരവാദിത്തമല്ല. ഒരു സമൂഹം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ്. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ചേട്ടനോ ചേച്ചിയോ ആരും ആയിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ആരാണെങ്കിലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് പ്യൂബർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഋതുമതി എന്നുള്ള വാക്കൊക്കെ വളരെ കാലം കഴിഞ്ഞിട്ടോ ഋതുമതി എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുന്നത്, അത് എന്താണ് ഞാൻ അത്ഭുതത്തോടെ കേട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്ര പോലും സംസാരിക്കാറില്ലായിരുന്നു. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നത് പറയുന്നത് വലിയ കാര്യമാണ്. ഇപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ പറയുന്ന പോലെ മോഡേണിസത്തിൻ്റെ ഒക്കെ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും വീടുകൾ എപ്പോഴും ഈ പറയുന്ന 4 ചുവരുകളുടെ ഉള്ളിൽ അതിനപ്പുറത്തേക്ക് പോയി. സുനിൽ മാഷ് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ പുരോഗമനം എന്ന് പറയുന്നത് വീടിൻ്റെ പുറത്ത് വെക്കുന്ന ചെരുപ്പ് പോലെയാണ്. ആ ചെരുപ്പിട്ട് നമ്മൾ ഒരിക്കലും അകത്ത് കിടക്കില്ല. ആ ചെരുപ്പ് അവിടെ അഴിച്ചു വെച്ചിട്ട് നമ്മൾ എത്ര കാലം വീടിനകത്ത് ജീവിക്കുന്നു അക്കാലത്ത് ഇത് തുടർന്ന് പോകും എന്നുള്ളതാണ്. ഇതിനകത്ത് അപരാജിത എന്നൊരു കഥാപാത്രം എനിക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞത് ഒരു സംഭവത്തിലൂടെ അതിലേക്ക് പോകാനായിരിക്കും നല്ലത്. അപ്പം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ ഒരു പെൺകുട്ടിക്ക് ക്ലാസ്സിലിരിക്കെ പീരീഡ്സ് ആവുകയാണ്. ആ കുട്ടി ആദ്യമായി പീരീഡ്സ് ആവുന്ന ഒരു സമയമാണ്. ഞാൻ B.Ed കഴിഞ്ഞ് ഗസ്റ്റായിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പം അന്ന് ആ ക്ലാസ്സിൽ 9ാം ക്ലാസ്സാണ്. അപ്പം എൻ്റെ വിഷയം ഹിസ്റ്ററിയാണ്. അപ്പം പെട്ടെന്ന് ആ കുട്ടിക്ക് വയ്യാതാകുന്നു, പ്രശ്നമാകുന്നു, ബ്ലഡ് ആകുന്നു. ക്ലാസ്സിലാകെ ഒരു അവസ്ഥ, എനിക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. കാര്യം ഞങ്ങളുടെ വീട്ടിൽ 2 ആൺകുട്ടികളാണ്. എൻ്റെ അമ്മ എൻ്റെ അനിയൻ്റെ ഏറ്റവും ചെറുപ്പത്തിലെ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. എനിക്ക് ആ സ്ഥാനത്ത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കെ ആ കുട്ടികൾ അത് വലിയ ആ കുട്ടി ഇപ്പം നേരത്തെ പറഞ്ഞത് വലിയൊരു ജാള്യതയാണ് കുഞ്ഞ് അനുഭവിച്ച സമയത്ത്. ആ കുട്ടിക്ക് എന്താണെന്ന് അറിയാതെ ഈ ഋതുമതി ആയിട്ടുള്ള മറ്റു കുട്ടികൾ അതിനെ വേറെ എന്തോ രീതിയിൽ അത് കാണാൻ പാടില്ലാത്തതാണെന്നുള്ള രീതിയിൽ അതിനെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ആ ക്ലാസ്സിലുണ്ടായി.
അങ്ങനെ ഉണ്ടായ സമയത്താണ് അന്ന് ബയോളജിയിൽ നമ്മൾ 7ാം ചാപ്റ്റർ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കുറേ കാര്യം പഠിക്കുന്നു. അപ്പോൾ അവിടുത്തെ ടീച്ചർ ചെയ്യുന്ന പരിപാടി ഇത് പുസ്തകം വായിച്ചാൽ മതി എന്നൊരു അവസ്ഥയിലേക്ക് ഇതിനെ തള്ളിവിടുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം എനിക്കതിൽ അന്ന് വലിയ രീതിയിൽ എനിക്കതിനകത്തൊന്നും തോന്നിയില്ല. കാര്യം നോർമലൈസ് ചെയ്യപ്പെട്ടൊരു കാര്യമായിട്ട് ഞാനും എൻ്റെ ഒരു പൊതുബോധ മനസ്സിനോട് ഞാനും ഇതിനെ അങ്ങ് ഓവർകം ചെയ്ത് വിട്ടു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കേരള ഗവൺമെൻറ് ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളിൽ നടപ്പിലാക്കണമെന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ തുടങ്ങി. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച ഒരു വസ്തുത ആ തീരുമാനം പാടെ പിൻവലിച്ചതാണ് ഒരു 3-4 ദിവസമുള്ളിൽ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. അത് ചില മതസംഘടനക്കാർ അങ്ങനെയുള്ള ആളുകൾക്ക് അതിന് മറ്റ് തെറ്റായ ഒരു ധാരണയാണ്. ഇന്നും നമുക്ക് ലഭിക്കാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷ സൗഹൃദം അല്ലെങ്കിൽ സ്ത്രീ പുരുഷമായിട്ടുള്ള ബന്ധങ്ങൾ, അത് അല്ലെങ്കിൽ ദാമ്പത്യമായിക്കോട്ടെ എക്സോ എന്ത് ബന്ധങ്ങളായിക്കോട്ടെ, അതിലൊരു കൃത്യമായൊരു ലൈംഗികപരമായ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ വലിയൊരു പോരായ്മയുണ്ട്. അപരാജിതനകത്ത് ആ ഒരു കഥാപാത്രത്തോട് എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയൊരു, എനിക്ക് ആ സമയത്ത് ആ കഥാപാത്രം എത്രമാത്രം എനിക്ക് റെസ്പെക്റ്റ്ഫുൾ ആയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ ഒരു പോസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ആ ക്യാമ്പസിലെ ആളുകൾ ആ സ്ത്രീയെ കളിയാക്കാൻ ശ്രമിക്കുമ്പോൾ ആ സ്ത്രീ ആ പെർമിഷൻ വാങ്ങിച്ച ആ ഒരു നടത്തുന്ന ഒരു പ്രധാന സെഷനുണ്ട്, ഡോക്ടറെ വിളിച്ചുള്ള സെഷൻ. അപ്പോൾ അത്തരത്തിൽ പൊട്ടൻഷ്യൽ ഉള്ള പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാവണമെങ്കിൽ, പെൺകുട്ടികൾ തന്നെ ഞാൻ പറയും, ആ പെൺകുട്ടികൾ അത്തരം പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ഒരുപക്ഷെ ആണിനെ ഏറ്റവും കൂടുതൽ തിരുത്താൻ നല്ല മാർഗം എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം അവരുടെ പറച്ചിലൊരു രീതിയുണ്ട്, അവരുടെ പ്രവൃത്തിക്ക് ആണിനെ നന്നായിട്ട് ചിന്തിപ്പിക്കാനുള്ള കുറേ കാര്യം ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം അത്തരത്തിൽ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ഏറ്റവും റിലവൻ്റായിട്ട് നമ്മുടെ സമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണോ അത് തന്നെയാണ് ഈ ബുക്ക് ആദ്യം തൊട്ട് അവസാനം വരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ലൈംഗികപരമായിട്ടുള്ള വിദ്യാഭ്യാസം, അതിൻ്റെ കുറവുകൾ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്കകത്ത് വലിയ പ്രകടമാണ്. അപ്പോൾ ഈ ബുക്ക് അല്ലെങ്കിൽ അപരാജിത എന്നൊരു കഥാപാത്രത്തെ വെച്ചിട്ട് അതിനെ ഒന്ന് വിലയിരുത്താൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വിദ്യ സമീപിക്കുന്നത്? അപരാജിത എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണോ പ്രവർത്തിക്കുക, ചിന്തിക്കുക, ഒരു പെർട്ടിക്കുലർ വിഷയത്തോട് എങ്ങനെയാണോ പ്രതികരിക്കുക, അങ്ങനെ അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അങ്ങനെയാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ നമ്മുടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും അല്ലെങ്കിൽ മറ്റാരുടെയും നമ്മുടെ ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പെൺകുട്ടികളുടെ സൗണ്ട് കുറച്ചും കൂടി പിച്ച് ഉള്ള സൗണ്ടാണ്. കാരണം പെൺകുട്ടികളുടെ സൗണ്ട് കുറച്ചും കൂടി, അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ സൗണ്ട് നമുക്ക് കാതിൽ പെട്ടെന്ന് കേൾക്കും. അത് വളരെ കൂർമ്മതയുള്ള സൗണ്ടാണ് അല്ലെ, ഉച്ചതയും കൂർമ്മതയൊക്കെ കൂടുതലുള്ള ശബ്ദമാണ്. അതേ കാര്യം അവരുടെ സ്വഭാവത്തിലുണ്ട്. കാരണം ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ചെയ്യാനുള്ളൊരു പൊതുവെ ഒരു രീതി. കാരണം കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ വളരെ ഇഷ്ടത്തോടെ, അവർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആയിരിക്കും അവർ ചെയ്യുക. അതുപോലെ ചെയ്യാൻ പറ്റുന്ന പെൺകുട്ടികൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്രമായിട്ട് അപരാജിതയെ അവതരിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രത്യേക വിഷയം തിരഞ്ഞെടുക്കാൻ 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ വിഷ്ണു പറഞ്ഞു, സ്കൂളുകൾ തൊട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലൈംഗിക അവെയർനെസ്, ആ ഒരു അവബോധം. എന്നാൽ ഈ അവബോധം കൊടുക്കുന്നുണ്ട്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ ഈ ഒരു അവബോധം കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആർക്കാ കൊടുക്കുന്നത്? കൊടുക്കും, പീരീഡ്സിനെ കുറിച്ചുള്ള ക്ലാസ് കൊടുക്കുന്നത് പെൺകുട്ടികൾക്കാണ്. പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ആ സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്, നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എന്നാൽ അതേസമയം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവരായിട്ടാണ് നമ്മുടെ ആൺകുട്ടികൾ വളരുന്നത്. ഒരുമിച്ച് ഇരുത്തി വേണം ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക്, നമ്മുടെ ഇടയിലുള്ള പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ പെൺകുട്ടികളെന്ന് ഞാൻ പറയുന്നില്ല, ഗർഭപാത്രമുള്ള ഏതൊരു മനുഷ്യനും ഇങ്ങനെയുള്ള ജൈവികമായിട്ടുള്ള ഒരു പോയിന്റിലെത്തുമ്പോഴുള്ള പ്രത്യേകതകൾ ഉണ്ടാവും, അവരുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എത്രമാത്രം നമ്മുടെ ലൈംഗിക വിദ്യാഭ്യാസം പരാജയമാണ് എന്നുള്ളത് ആ കാലം തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു വിഷയത്തോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് 3 പോയിന്റുകൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്തത് നമുക്ക് ചെറിയ പ്രായത്തിൽ തൊട്ട് ലഭിക്കുന്ന ലൈംഗിക വിദ്യാഭ്യാസം, അത് സ്കൂളുകൾ തൊട്ട് നമുക്ക് കിട്ടേണ്ട ഒരു വളരെ പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നു, പിന്നീട് പിൻവലിക്കേണ്ട വിഷയങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ ചിലപ്പോൾ നമുക്കിത് വീടുകളിൽ നിന്ന് തുടങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്രമാത്രം നമ്മുടെ വീടുകൾ വളർന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. സ്കൂളുകളിൽ നിന്ന് തുടങ്ങാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതും നടക്കുന്നില്ല. അപ്പം ഞാനൊരു 2008-2009 സമയത്തൊക്കെയാണ് ഹൈസ്കൂൾ പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ നിന്നൊക്കെ നഴ്സുമാരാണ് ഈ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി, കൈകാര്യം ചെയ്യാൻ വേണ്ടി വരിക. പ്രധാനമായിട്ടും ആർത്തവ സമയത്ത് പെൺകുട്ടികൾ ശീലിക്കേണ്ട ക്ലെൻലിനെസ്സിനെ കുറിച്ചാണ് ക്ലാസ് ഉണ്ടാവുക. ആ ഒരൊറ്റ ടോപ്പിക്കിലായിരിക്കും പറയാം.
എന്താണ് ആ സമയത്ത് കുട്ടികൾ പിന്തുടരേണ്ട ശുചിത്വപരമായിട്ടുള്ള കാര്യങ്ങൾ. അതല്ലാതെ ഇതൊരു സോഷ്യൽ എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, ആ ഒരു സ്വാധീനം കൂടിയുള്ള വിഷയമാണെന്ന് ഒരിക്കൽ പോലും അത്തരം ക്ലാസ്സുകളിൽ നിന്ന് കേട്ടിട്ടുള്ളതായിട്ട് അറിവില്ല. ആൺകുട്ടികൾക്ക് സന്തോഷമാണ്, കാരണം ഉച്ചയ്ക്ക് ക്ലാസ് വിടും, ഉച്ചയ്ക്ക് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ക്ലാസ്സാണ്. അതേസമയം ആൺകുട്ടികളെയും കൂടി ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു വിഷയമാണ് എന്നുള്ളൊരു ബോധം ഇപ്പോഴും നമുക്കുണ്ടായിട്ടില്ല, നമ്മുടെ രീതികൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ വിഷ്ണു സംസാരിക്കുമ്പോൾ പോലും ഇതിനകത്ത് ധാരാളം മണ്ടത്തരങ്ങൾ കടന്നു വരാം. നമ്മൾ സംസാരിക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ പൊതുബോധത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. കാരണം നമുക്കിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടില്ല. നമ്മൾ എവിടെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7-ലോ 8-ലോ 9-ലോ പഠിക്കേണ്ട റീപ്രൊഡക്ഷൻ്റെ ക്ലാസ് ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടില്ല. പഠിപ്പിക്കുന്ന അധ്യാപകർ അത് സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യാം. അപ്പോൾ പലരും പറയും ഇതൊക്കെ ഇത്ര ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ ഇതൊക്കെ അറിയാം. പിന്നെ എവിടുന്ന് ഇതറിയാം? എവിടുന്നെങ്കിലും ഈ ഒരു റിസോഴ്സ് ഇല്ലാതെ നമ്മൾ ഈ വിഷയങ്ങൾ അറിയില്ല. ഒരു കാര്യം നമുക്ക് റിസോഴ്സിൽ നിന്നല്ലാണ്ട് പഠിക്കാൻ പറ്റത്തില്ല, അനുഭവങ്ങളിൽ നിന്നോ കണ്ടിട്ടോ കേട്ടിട്ടോ അല്ലാണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലൊരു പെർട്ടിക്കുലർ കാര്യമാണിത്, ഒരു പെർട്ടിക്കുലർ വിഷയമാണിത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമൂഹിക ബോധം നമുക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ 10% കോൺഫിഡൻ്റ് ആണ് എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്കില്ല. കാരണം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അപ്പം അതിനുള്ളൊരു പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ ജനറേഷൻ്റെയും പ്രശ്നമാണ്. മൂന്നാമത്തത്, നമുക്ക് മുന്നേയുള്ള ജനറേഷൻ, അവരിപ്പോഴും വളരെ പ്രോമിനൻ്റായിട്ട് ഇതെല്ലാം അറിയാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും അവർ വിശ്വസിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ അടുത്ത ജനറേഷനിലേക്ക് തച്ച് പഴുപ്പിച്ച് ആവർത്തിച്ച് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ആർത്തവം പോലുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നമ്മുടെ മനുഷ്യ സ്വതന്ത്രനായിട്ട് ജനിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും വലിയ സ്വാതന്ത്ര്യങ്ങളിൽ ഒന്നിതാണ്. ഹെൽത്തും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാവുന്ന, എന്നാൽ ചിലർക്ക് അങ്ങനെ ആവണമെന്നില്ല, എന്നാൽ വളരെ ബുദ്ധിമുട്ടിലാവുന്ന ആൾക്കാരും ഉണ്ട്. ആ സമയത്തുള്ള നമ്മുടെ സോഷ്യൽ ബിഹേവിയറോ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റോ ഒന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് മുതിർന്നിട്ടുള്ള ആൾക്കാരായിട്ടും ഒക്കെ നമ്മളോട് പെരുമാറാറുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ബ്ലഡ് ലീക്ക് കണ്ടു കഴിഞ്ഞാൽ, കറിയായി കഴിഞ്ഞാൽ, നേരത്തെ വിഷ്ണു പറഞ്ഞത് കറക്റ്റാണ്, പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളാണ് അത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഈ ശുചിത്വവശങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അത് വളരെ നോർമലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്ക് എന്താ പറയുക, അതിങ്ങനെ അടച്ചു വെച്ച് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും തരത്തിൽ അതിൽ കറയിച്ചിരി പുറത്തായിപ്പോയാൽ ലോകം ഇടിഞ്ഞു വീഴുന്നൊരു പ്രശ്നമല്ല അത്. നമ്മുടെ ബ്രൈഡ് സ്ട്രാപ്പ് കാണുന്നത് പോലെ അതൊരു ഇൻസൾട്ടായി മാറുന്ന സമയത്താണ് അതിൻ്റെ മെയിൻ പ്രശ്നം ഉടലെടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്ത്രീയെ അവഹേളിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നായിട്ട് അവരുടെ ബോഡി, ആ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ്, ആ ബോഡി മുഖേന അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ, അതിലാണ് ഈ ആർത്തവമൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ അപരാജിതയ്ക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? കരഞ്ഞ് തളർന്ന് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണ്, ഞാനത് ഹോസ്റ്റൽ വാർഡനൊക്കെ സംസാരിക്കുന്ന ആ രീതിക്കാണ്. ഇപ്പോഴും നമ്മുടെ പല വാർഡന്മാരും സംസാരിക്കാറുള്ളത് അങ്ങനെയാണ്. അങ്ങനെ വേണമെങ്കിൽ തളർന്നിരിക്കാം, എന്നാൽ അതേസമയം എനിക്കുണ്ടായൊരു അനുഭവം ഇനി മറ്റൊരു പെൺകുട്ടിക്ക് ഉണ്ടാവരുത്. അപ്പോൾ കൂട്ടുകാർ തമ്മിലുള്ള ഡിസ്കഷൻ്റെ ഇടയിൽ തന്നെ തൊടയിൽ കൈവച്ചൊരു സുഹൃത്ത് സംസാരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ മാനസികമായിട്ട് തളർക്കാനുള്ളൊരു ഹുക്കായിട്ട് പലപ്പോഴും സൊസൈറ്റി കാണുന്നത് നമ്മുടെ ശരീരമാണ്. അപ്പൊ ആ ശരീരത്തിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ആൺകുട്ടികൾക്ക് ഇതെല്ലാം അറിയാൻ ഒരുപാട് വഴിയുണ്ട്, വഴിയില്ല. ഇല്ല, അതെങ്ങനെയാണ്? കാരണം എവിടുന്നാണ് ഇതിന്റെ സോഴ്സ് എന്താണ്? കാരണം അറിയുന്ന പെൺകുട്ടി, സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച്, സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് അറിയുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും കാണുന്നത്. എല്ലാം അറിയാം എന്നുള്ളത് ശരിക്കും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് അറിയുന്ന പെൺകുട്ടി വളരെ മോശക്കാരിയാണ് എന്നാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനെ നമ്മുടെ പെൺകുട്ടികൾ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യേണ്ടത്, അഭിമുഖീകരിക്കേണ്ടത് ഈ ഒരു വഴിയിലാണെങ്കിൽ കുറച്ചും കൂടെ രസകരമല്ലേ? അങ്ങനെയുള്ളൊരു തോട്ടിൽ നിന്നാണ് അപരാജിതയെ അങ്ങനെ അവതരിപ്പിക്കാൻ തോന്നിയത്.
ഒരു ഗവേഷണ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ ഒരു രചനയിൽ ഗവേഷണപരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗവേഷണ വിദ്യാർത്ഥിയുടെ ഒരു കൗശലത കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം നമ്മുടെ ഈ പറയുന്ന ആവിഷ്കാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ കുറച്ച് സങ്കുചിതമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടിനെ സംബന്ധിച്ച്. കാര്യം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണവും വസ്ത്രധാരണങ്ങൾ, നമ്മുടെ ആരാധന രീതികൾ എല്ലാത്തിലും ഒരു മോണിറ്ററിങ് നടക്കുന്ന സമയത്താണ് ഇത് കണക്കൊരു അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും സമീപിക്കുന്ന ഒരു ബുക്ക് വിദ്യ പുറത്തിറക്കുന്നത്. പൊതു പശ്ചാത്തലം, നമ്മളിപ്പം ജീവിക്കുന്ന ഈ പശ്ചാത്തലത്തെ ഈ ബുക്ക് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് എൻ്റെ കയ്യിലില്ല. വിഷു ചോദിച്ച ചോദ്യത്തിന് ഇന്നതാണ് എൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ പുറത്തുനിന്ന് 2 കാര്യങ്ങൾ പറയാം. കാരണം ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടാവും. പാട്ട് പാടാൻ അറിയുന്ന ആൾക്ക് നന്നായിട്ടൊരു കച്ചേരി അവതരിപ്പിക്കുക അല്ലെങ്കിൽ നന്നായിട്ടൊരു സിനിമാ പാട്ട് പാടുക എന്ന് പറയുന്നത് സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് ഭരതനാട്യം അരങ്ങേറ്റം നടത്തുക അല്ലെങ്കിൽ കേരള നടന അരങ്ങേറ്റം നടത്തുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ അറിയുന്ന ഒരാൾക്ക്, നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയുന്ന ഒരാൾക്ക്, അവർക്കൊക്കെ ഒരു വേദി കിട്ടുക, ഏറ്റവും നന്നായിട്ട് അവരെ അവതരിപ്പിക്കാൻ പറ്റുക, പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ആഗ്രഹം എന്താണ്, ജീവിതത്തിൽ ആരായി തീരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ചെറുപ്പത്തിലൊക്കെ പറയായിരുന്നു, അമ്മ എപ്പോഴും പറയും, ചെറിയ പ്രായത്തിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിവിൽ സർവീസിന് പോകണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പറയുമായിരുന്നു. അപ്പോൾ എന്താണ് സിവിൽ സർവീസ് എന്ന് അറിയാത്ത ആൾക്കാരായിരുന്നു എൻ്റെ ചുറ്റുമുള്ളത്. സിവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരെ. അപ്പോൾ അവരുടെ ഇടയിലേക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഞെട്ടൽ ആ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്ന് മാറി ജേർണലിസ്റ്റ് ആവണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്ക് പോകണം, ഇംഗ്ലീഷ് അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ, ഇംഗ്ലീഷ് ഫ്ലുവൻസി അത്യാവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും എന്നൊക്കെ അധ്യാപകർ പറയുമായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് വക്കീലാവണം എന്നായിരുന്നു ആഗ്രഹം. ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഒരു അധ്യാപികയാവുക അല്ലെങ്കിൽ ഗവേഷണത്തിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷെ ജീവിതം കൊണ്ടുവന്ന് എത്തിച്ചത് അവിടെയാണ്. പക്ഷെ ഒരിക്കൽ പോലും ആരെങ്കിലും ഭാവിയിൽ എന്താവണം എന്ന് ചോദിക്കുമ്പോൾ ഒരു എഴുത്തുകാരിയാവണം, ഒരു എഴുത്തുകാരിയായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സത്യത, എല്ലാവരും അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ള കുറച്ചു പേരാണെങ്കിലും ഒരു എഴുത്തുകാരിയാണ് എന്നുള്ളൊരു അഡ്രസ്സിൽ അങ്ങനെയൊരു മേൽവിലാസത്തിൽ അറിയപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് സന്തോഷം തരുന്നൊരു കാര്യം എനിക്കില്ല എന്ന്. അപ്പോൾ ഈ ഷെഹർസാദ് എന്ന് പറയുന്നത് ഇനി ആഗ്രഹങ്ങളില്ലാത്ത, ഇനി സ്വപ്നങ്ങളില്ലാത്ത ഒരു പോയിന്റിൽ എത്തിച്ചേർന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതിന് സഹായിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. നന്ദിയും കടപ്പാടും അങ്ങനെയുള്ള ഒരു വാക്കുകൊണ്ടും അടയാളപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ എന്താ പറയുക, സൗഹൃദം എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ഈ ഒരു പുസ്തകം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വിഷ്ണു ചോദിച്ചതുപോലെ ഗവേഷണപരമായിട്ടുള്ള ഒരു തൃഷ്ണയൊന്നും ഈ പുസ്തകത്തിൻ്റെ പിറകിലില്ല. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഉള്ളിലെപ്പോഴോ ഉറഞ്ഞുകൂടിയ കുറേ കഥകൾ, അതെങ്ങനെയാണ് അക്ഷരങ്ങളായിട്ട് മാറിയത്, എങ്ങനെയാണ് മഷി പടർന്ന് വന്നത് എന്നതിനപ്പുറത്തേക്ക് ഇതിലേക്ക് ഇന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, ഇന്നതുപോലെ ഞാൻ എഴുതി വെക്കണം, ഇന്ന ആൾക്കാരത് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യും, പുതിയ കാലമാണല്ലോ, സോഷ്യൽ മീഡിയ ഇങ്ങനെ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ മലയാളത്തിലെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ കൂട്ടത്തിലേക്ക് ഞാൻ ചേർക്കപ്പെടും, മലയാളം വായിച്ച മികച്ച നോവലുകളിൽ ഒന്നായിട്ട് ഇത് മാറും എന്നൊന്നുമുള്ള ഒരു തരത്തിലുള്ള, കാരണം നാളെ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നെന്താണോ ആ ഒരു ചിന്തയിൽ നിന്നിട്ടാണ് ഷെഹർസാദ് വേണം എന്നുള്ളൊരു തോന്നലിലേക്ക് വരുന്നത്. അപ്പോൾ ഗവേഷണ ഭാഷ എന്ന് പറയുന്നത്, ഞാൻ പറയും, ഞാൻ ഒട്ടും അക്കാഡമിക് ആയിട്ടുള്ളൊരു പേഴ്സണല്ല. അക്കാഡമിക് മെറിറ്റുകൾ ഉണ്ടാവാം, ഗ്രേഡ് ഷീറ്റിനകത്ത് സ്കോർ ഉണ്ടാവും, CGPAയും പെർസെൻറ്റേജുകളും ഉണ്ടാവും. പക്ഷെ ഞാനൊരിക്കലും ഒരു പക്ക അക്കാഡമിക് പ്രൊഡക്റ്റ് അല്ല. എനിക്കെപ്പോഴും ഞാൻ എന്ന് പറയുമ്പോൾ വളരെ പ്രാദേശികമായിട്ടുള്ളൊരു സ്വത്വമുള്ളൊരു മനുഷ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള, അതേപോലെ ഒരുപാട് ബലഹീനതകളുള്ള ഒരാളാണ്.
അതേസമയം ഒരു മൂത്ത മകൾ എന്നുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള, ഒരുപാട് ബലഹീനതകളുള്ള ഒരാളാണ്. ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഇതേ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ഉള്ള ഒരാളാണ്. ചിലപ്പോൾ ദിവസങ്ങളോളം മാസങ്ങളോളം ഞാൻ ആൾക്കാരോട് സംസാരിക്കാതിരിക്കും. ചിലപ്പോൾ ദിവസങ്ങളും മാസങ്ങളും ഞാൻ ഒരാളുടെ കൂടെ തന്നെ ചിലവഴിക്കും. ചിലപ്പോൾ കൂട്ടങ്ങളില്ലാതിരിക്കുമ്പോൾ ഞാൻ വല്ലാതെ അസ്വസ്ഥപ്പെടും. എനിക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എറണാകുളം ബ്രോഡ്വേയിലെ കൂടി രാത്രി നടക്കുക എന്നുള്ളതാണ്. ക്രിസ്മസ് രാത്രികളാണ്. ഡിസംബറിലെ എറണാകുളം ബ്രോഡ്വേ രസമുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ ആൾക്കൂട്ടം എനിക്ക് ഭയങ്കര പേടിയാണ്. ആ ആൾക്കൂട്ടം പേടിയുള്ള ആളാണ് എറണാകുളം ബ്രോഡ്വേ പോലെയുള്ള ഒരു കാര്യം ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഷെഹർസാദ് സംഭവിക്കുന്നത്. ഇതൊരു അനിവാര്യതയാണ് എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്താണ് അത് സംഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ എഴുത്തുകാരും അങ്ങനെയായിരിക്കും അവസാനം തൻ്റെ രചനയിലേക്ക് എത്തുന്നത്. ആ അനിവാര്യത തിരിച്ചറിയുന്ന നിമിഷത്തിലായിരിക്കും നമ്മൾ ഇത് പുറത്തിറങ്ങണം. ഒരു പാട്ട് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങി അത് പുറത്തേക്ക് വരുന്നത് പോലെ, നമ്മുടെ ചെലങ്ക കെട്ടിക്കഴിഞ്ഞ് നമ്മുടെ കാലുകൾ ചലിച്ചു തുടങ്ങുന്നത് പോലെ അങ്ങനെയായിരിക്കണം നമ്മുടെ എഴുത്ത് ഒരു പുസ്തകമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സുഹൃത്തിനോട് പറയായിരുന്നു, എനിക്കൊരു ഇരട്ട പെറ്റ സുഖമാണ് അന്നുണ്ടായത്. അത്രയും ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ നിറഞ്ഞതാണ്. അതിന് ശേഷം ഈ പുസ്തകം എങ്ങനെയാവുന്നു എന്നുള്ളത് എൻ്റെ കൺസേൺ ആയിരുന്നില്ല. ആൾക്കാർ വായിക്കോ വായിക്കാതിരിക്കോ, ചർച്ച ചെയ്യോ ചർച്ച ചെയ്യപ്പെടാതിരിക്കോ, കോൺട്രവേഴ്സീസ് ഉണ്ടാവുകയോ, വളരെ മോശമാണെന്ന് പറയുമോ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഈ പുസ്തകം അത് എൻ്റെ പേരിൽ അടയാളപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ തോട്ടിൻ്റെ പുറത്താണ് ഒരു പുസ്തകം ഉണ്ടായത്. അവസാനമായി ഒരൊറ്റ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം. ഷെഹർസാദ് എന്ന് പറയുന്ന ഈ നോവൽ വായിക്കുന്ന വായനക്കാരോട് വിധിക്ക് എന്നാണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, വായിക്കുക എന്നതിനപ്പുറത്തേക്ക് മനസ്സുകൊണ്ട് ഈ പുസ്തകത്തെ അറിയുക എന്നുള്ളതാണ് ഞാൻ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം. വായിക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. എഴുത്ത് വായിക്കുക, നമ്മൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക, അക്ഷരങ്ങൾക്കിടയിൽ വായിക്കുക എന്നൊക്കെ പറയും. ഞാൻ 2 ഫേസിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, വളരെ സമാധാനമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ആത്മസംതൃപ്തിയുടെ ഫലമായിട്ടൊക്കെ ഒരു നോവൽ എഴുതുക, ഒരു എഴുത്തുകാരിയായിട്ട് അറിയപ്പെടാനുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എഴുതുക എന്ന് പറയും. ആ സമയത്ത് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ധാരാളം ഒബ്സർവേഷൻസ് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയും വളരെ പാകപ്പെടുത്തിയ ചിന്തകളിലൂടെയും ഒക്കെ എഴുതാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും മോശം സമയത്ത് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ നാളേക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത, ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം എന്നറിയാത്തൊരു സമയത്ത് ഇത് എൻ്റെ പേരിൽ ഇവിടെ അടയാളപ്പെട്ട് കിടക്കട്ടെ എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് എഴുതിയ ഭാഗങ്ങളുണ്ട്. അങ്ങനെ 2 ഫേസായിട്ടാണ് എനിക്ക് ഷെഹർസാദ് വളരെ പേഴ്സണലായിട്ട് ഉള്ളത്. പക്ഷെ വായിക്കുന്ന, അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതങ്ങനെ ആവണമെന്നില്ല. ഷെഹർസാദിലൂടെ, അപരാജിതയിലൂടെ, സുമതിയിലൂടെയും സുമിത്രയിലൂടെയും സുരേഷിലൂടെയും ആശിഷിലൂടെയും ഉദയിലൂടെയും അവർ നീല തലപ്പാവിൽ കൊണ്ടു നടക്കുന്ന നക്ഷത്രങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന സമയത്ത്, ഷെഹർസാദ് പറയുന്ന ഓരോ വാക്കിലൂടെയും കടന്നു പോകുന്ന സമയത്ത് മറ്റൊരു ലോകത്തെ ആയിരിക്കും അവർ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമായിട്ട് കരുതിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എനിക്കറിയില്ല എല്ലാ എഴുത്തുകാരും എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്ന ദിവസം ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് കിടന്നുറങ്ങിയൊരു ദിവസമായിരുന്നു. ഒരു 1-2 വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഉറങ്ങിയൊരു രാത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഈ ദിവസം വരെ, അണ്ടിൽ ദിസ് ഡേ. അങ്ങനെ കിടന്നുറങ്ങാൻ എനിക്ക് ധൈര്യം തന്നത് ഇവിടുത്തെ ഒരു വായനാ സമൂഹമാണ്. ഒരാളെങ്കിൽ ഒരാൾ വായിച്ച് ഏച്ചുകെട്ടലുകളില്ലാത്തൊരു എഴുത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരനുഭൂതി ഉണ്ടാക്കാൻ, ഒരു മനസ്സിലൊരു തള്ളിച്ച ഉണ്ടാക്കാൻ ഈ പുസ്തകത്തിന് സാധിച്ചു എന്നൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ വിജയമാണ് എന്ന് മനസ്സിലാക്കി സുഖമായിട്ട് ഇറങ്ങിയൊരു ദിവസമായിരുന്നു. ഇനി വായിക്കുന്ന ആൾക്കാർക്ക് വിദ്യാവിജയൻ എന്ന് പറയുന്ന എഴുത്തുകാരിയെ നിങ്ങൾ മുന്നിൽ കാണണ്ട, വിദ്യാവിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മുന്നിൽ കാണണ്ട.
നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖമായിരിക്കേണ്ടത്, ആരും മറന്നു പോവില്ല. ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ ഭയന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ കളിയാക്കലുകൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു. ഒരു സമയമായപ്പോൾ അതിനുള്ള ധൈര്യം വന്നു, അതിനെ ഓവർകം ചെയ്തു തുടങ്ങി. പക്ഷെ മനുഷ്യരല്ലേ, ഓരോ സമയത്തെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും നമ്മൾ കടന്നു പോകുന്ന. അവസ്ഥകൾ വ്യത്യസ്തമായിരിക്കും. ചില ദിവസങ്ങളിൽ ഈ പുസ്തകം കാണുന്ന സമയത്ത് നെഞ്ചിലൊരു കല്ല് കയറ്റി വെച്ച പോലെ തോന്നാറുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് റൂബി. റൂബിയുടെ ചിത്രമാണ് ഈ പുസ്തകത്തിന് കവർ ചിത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. കടൽ കാണാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ലേ, ആർത്തവം പോലെ നമ്മളെപ്പോഴും ക്ലീശയായിട്ട് നെറ്റ് ചുളിക്കുന്ന മറ്റുള്ളവരാണ് മാനസികാരോഗ്യം എന്ന് പറയും. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഒരാൾ ഒരല്പം സമയം ചിലവാക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അങ്ങനെ എനിക്ക് വേണ്ടി സമയം ചിലവാക്കിയ വളരെ ചുരുക്കം ചിലരിൽ ഒരാളാണ് റൂബി. അപ്പം റൂബിയുടെ ഈ ഇരുത്തം ഷെഹ്റസാദിൻ്റെ കടലോരത്തെ ഇരുത്തം പോലെ എനിക്ക് തോന്നുകയും ആ സമയത്ത് മറ്റൊരു സുഹൃത്തായിട്ടുള്ള മാധു അത് ക്യാപ്ചർ ചെയ്യുകയും അന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്, ഈ ചിത്രമായിരിക്കും എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ ഒരു പുസ്തകം പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കവർ ചിത്രമായിട്ട് ഉൾപ്പെടുത്തുക ഈ ഒരു ചിത്രമായിരിക്കും എന്ന് അന്ന് കൊടുത്ത വാക്ക്. അപ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഇരുത്തത്തിൽ ഷെഹ്റസാദിൻ്റെ ഇരു കാലുകളുടെയും മുട്ട് കൂട്ടി പിടിച്ചിട്ടുള്ള ആ ഒരു ഇരുത്തത്തിൽ അവളുടെ കഥകൾ, അനുഭവങ്ങൾ, ജീവിതങ്ങളൊക്കെ തന്നോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തമാണ് ഈ നോവലിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അങ്ങനെ നമ്മളോട് തന്നെ നമ്മളെ ചേർത്ത് പിടിച്ച് ഇരുത്താൻ പറ്റുന്നൊരു ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാവണം. ആ ഒരു ധൈര്യം ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് പകർന്നു തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു ധൈര്യത്തിലേക്ക്, ആ ഒരു വിചാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതാണ് എൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിക്കുക, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അഭിപ്രായങ്ങൾ പറയുക. സന്തോഷം. അപ്പം ഇങ്ങനൊരു സംസാരത്തിനും ഒരുപാട് നന്ദി. ഷെഹ്റസാദ് ഒരുപാട് വായിക്കപ്പെടട്ടെ, ഒരുപാട് ചർച്ച ചെയ്യപ്പെടട്ടെ. അത് എഴുത്തുകാരൻ നിലയിൽ താങ്കളെ ഒരുപാട് രാത്രികളിൽ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി മാറട്ടെ.